പ്രസംഗിക്കുന്നതായ പ്രിയ ദൈവദാസനിലൂടെ ഞങ്ങൾക്ക് നല്ല ദൂത് ലഭിക്കുവാനും ദൈവത്തിന്റെ വചനം അത് ശ്രേഷ്ഠമായ രീതിയിൽ കർത്താവെ പ്രഘോഷിക്കുവാനും തൊക്കണം ഇടവരുത്തുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെതായ ആത്മീയ അനുഗ്രഹം ഈ ദേശത്തിന് ഒരു മാതൃകയായി കണക്കാക്കപ്പെടുവാൻ തൊക്കണം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടുവല്ലോ. സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ പ്രിയതാവേ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും സന്തോഷപ്രദമായ ഒരു ദിവസത്തിന്റെ സായം സന്ധ്യയിലേക്ക് നാം ആയിരിക്കുന്നു. ഇന്ന് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ശനിയാഴ്ചയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ശനിയാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്നുള്ളത് വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ തുടങ്ങാൻ കഴിയും. ഇപ്പോൾ ഈ സായം സന്ധ്യയിൽ ഈ വാഴ്ചൽ ദേശത്ത് ഞങ്ങൾക്കൊരു കൂട്ടമായി കടന്നു വരുവാനും ഈ ദേശത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചന സത്യം ഘോഷിക്കുവാനും അത് കേൾക്കുന്നവർക്ക് ഒരു മാനസാന്തരത്തിന്റെ നല്ല അനുഭവം ഉണ്ടാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ നിത്യ സുവിശേഷത്തിന്റെ പ്രാരംഭം കുറിക്കുന്നു. ഇതിനുവേണ്ടി സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് സഭയുടെ കാരക്കോണം സർക്കിളിന്റെ ചെയർമാനും തന്നോട് ചേർന്ന ശുശ്രൂഷ മേഖലകളിലായിരിക്കുന്ന ദൈവദാസന്മാരും അതിൽ ചില വിശ്വാസികളും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ ദേശത്തിന് നടുവിലായിരിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ദേശവാസികളായിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ദേശത്തോട് ഇന്ന് നമുക്ക് അറിയിക്കുവാനുള്ള ദൂത് എന്തെന്ന് ചോദിച്ചാൽ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ലോകരക്ഷിതാവായ കർത്താവായ യേശു എന്ന രക്ഷകൻ ഈ ലോകത്തിൽ ജനിച്ചു, മരിച്ചു, ഉയർത്തു, ഇന്നും ജീവിക്കുന്ന സാക്ഷിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാനിതാ വീണ്ടും വരുന്നു എന്നുള്ള ആഹ്വാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്, എന്താണ് തന്റെ ഉദ്ദേശമെന്നും ഈ ലോക ജനതയ്ക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനമാകുന്ന ഈ തിരുവെഴുത്ത് നമ്മുടെ കരങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് ലേഖകളായും പുസ്തകങ്ങളായും ആയതുപോലെ ഇതുപോലുള്ള കപല ശുശ്രൂഷകളായും ആലയങ്ങളിലുള്ള ആരാധനകളായിട്ടും പബ്ലിക്കിലുള്ള മീറ്റിങ്ങുകളായിട്ടും ഒക്കെയും നമ്മുടെ മുമ്പിൽ ഈ സുവിശേഷം എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മനുഷ്യരെന്ന് തങ്ങൾ ഏതിൽ വിശ്വസിക്കണം, എവിടെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, ആരെ ആരാധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്താക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ പലവിധമായ മതസ്ഥരുണ്ട്, പല വിശ്വാസ ആചാരങ്ങളുണ്ട്, പല ആരാധനകളുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത്. എന്താണ് അതിന് കാരണം? സങ്കീർത്തനം 118 24 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദിവസത്തിൽ തന്നെ വിശുദ്ധ ആരാധന കഴിഞ്ഞ ഈ സായം സന്ധ്യയിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കർത്താവിന്റെ സാക്ഷിയായി വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത് രാജ്യത്തിന്റെ ഈ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ നിന്ന് നാം തുടങ്ങുകയാണെങ്കിൽ അവിടെ പ്രകാരം പറയുന്നു, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്നുള്ളതാണ്. അപ്പൊ എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം? അത് ആരോടൊക്കെയാണ് അറിയിക്കേണ്ടത്?
അത് എങ്ങനെയാണ് അറിയിക്കേണ്ടത്? അത് പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം കഴിയും. അതിനോടനുബന്ധിച്ച് ഇന്ന് ഞാനിവിടെ വായിച്ച ഈ വാക്യം, പ്രാരംഭവാക്യം, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായ അനേകം ഉപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ഏതിൽ വിശ്വസിക്കണം, ഏതിൽ നിലനിൽക്കണം, എങ്ങനെ ആരാധിക്കണം, എവിടെ ആരാധിക്കണം എന്നുള്ളൊക്കെയും ആശയക്കുഴപ്പങ്ങളാൽ മനുഷ്യർ വീർപ്പുമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അത് യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഴിയാതെ, അത് യഥാർത്ഥമായ ആരാധനയിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ മനുഷ്യരെന്ന ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനകോടികൾ അറിഞ്ഞും അറിയാതെയും ഇന്ന് തെറ്റായ ഉപദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനുഷ്യൻ ഏറ്റവും വലിയ തെറ്റിൽ വീണിരിക്കുന്നത് വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിലാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വായിച്ചത്. അപ്പൊ എന്താണ് അതിന്റെ കാരണം? അതിനെ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് വ്യക്തമായി പറയുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില്, എന്നെ ശ്രമിക്കുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള ദൈവമക്കളുണ്ടെങ്കിൽ തീർച്ചയായും അവരിത് വേദപുസ്തകം പരിശോധിക്കുന്നവരാണ്, അത് വായിക്കുന്നവരാണ്, അത് ഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്കും അല്ലാത്ത ജനത്തിനും അറിയുവാൻ തക്കവണ്ണം ഈ ഉപദേശങ്ങൾ നിങ്ങളോട് ഉപദേശിക്കുമ്പോൾ അത് സത്യമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് അവിടെ 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു എന്ന് കാണുവാൻ തക്കോണം കഴിയുന്നു. അപ്പോൾ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നതിനാൽ അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാനോ, വിശ്വാസത്തിന്റെ നായകനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനോ, ആ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പിന്തുടരുവാനോ കഴിയാതെ ഇന്ന് സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പല ആരാധനകളിലും പല ദിവസങ്ങളിലും തങ്ങൾക്ക് ബോധിച്ചതുപോലെ ആരാധിക്കുകയും തങ്ങൾ അതിനെക്കുറിച്ച് അതിൽ തന്നെ ജാഗരിക്കുകയും ചെയ്യുന്ന അതേ അവസ്ഥകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, അതെ, ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ വായിച്ചതുപോലെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു എന്ന് കാണുവാൻ ഗുണം കഴിയുന്നു. ആരാണ് ഈ ലോകത്തിന്റെ ദൈവം? അതിനെക്കുറിച്ച് വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രകാരം കാണുന്നു, ഈ ലോകത്തിന്റെ ദൈവം ആരാണെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ലോകത്തിന്റെ ദൈവം എന്ന് ചോദിച്ചാൽ പിശാചാണ് എന്ന് നമുക്ക് കാണുവാൻ ഗുണം കഴിയുന്നു. ഈ ലോകത്തിന്റെ ദൈവം എന്നാണ് അവനെ വിളിക്കപ്പെടുന്നത്, തിരുവചനം വിളിക്കുന്നത്. കാരണം മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ച് പാപം ചെയ്തതിന്റെ അത് ഫലമായി ലോകം പിശാചിന്റെ വലയിൽ അകപ്പെട്ടു. എങ്ങനെയാണ് പിശാച് മനുഷ്യനെ പാപത്തിൽ വീഴ്ചത് എന്നുള്ളത് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ സത്യത്തിൽ മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കും. അവിടെ സത്യവും വ്യാജവും തമ്മിൽ കൂട്ടിക്കലർത്തി പറഞ്ഞാണ് മനുഷ്യനെ ഈ അന്ധകാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ ഗുണം കഴിയുന്ന ഒരു പരമസത്യമാണ്. ആയതിനാൽ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിലും അതേ തന്ത്രം തന്നെയാണ് പിശാച് എന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുദാഹരണമായി സാധാരണയായി ആളുകൾ പറയാറുള്ളത്, പറയുന്ന ഒരു വാദം ഇങ്ങനെയാണ്, എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങളിലെ പിന്നെ ഏത് ദിവസത്തിൽ ആരാധിച്ചാൽ എന്താ? ഈ ഒരു ചോദ്യം പലരിൽ നിന്നും ഉയരുന്നത് നമുക്ക് കാണുവാൻ ഗുണം സാധിക്കും. നാം ആരോടെങ്കിലും ദൈവവചനത്തെക്കുറിച്ച് സംസാരിച്ചു പോയാൽ അവർക്ക് നമ്മളോട് പറയുവാൻ തക്കവണ്ണമുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അത് ദൈവം പ്രത്യേകിച്ചൊരു ദിവസത്തെ നമുക്ക് ആരാധനയ്ക്കായി തന്നിട്ടുണ്ടോ? ദൈവത്തെ ആരാധിക്കുന്നവർ എപ്പോഴും സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പലരുടെയും വായിൽ നിന്നും നമുക്ക് സംസാരത്തിൽ നിന്നും കേൾക്കുവാൻ ഗുണം കഴിയും. അത് എപ്രകാരം എന്ന് ചോദിച്ചാൽ അവർ പറയും, ഏത് ദിവസത്തിൽ ആരാധിച്ചാൽ എന്താ, ദൈവത്തെയല്ലേ ആരാധിക്കുന്നത് എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിക്കുവാൻ ഗുണം കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഏതെങ്കിലും ദിവസത്തിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവം മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചപ്പോൾ ദൈവവുമായി മനുഷ്യനുമായി ഒരു ബന്ധം, ഈടാകുന്ന ബന്ധം ദൈവത്തിനുണ്ടായിരുന്നു, മനുഷ്യർക്കും ഉണ്ടായിരുന്നു.
ആ ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് ഈ ഭൂമിയിലേക്ക് താൻ അത് തള്ളപ്പെട്ടപ്പോൾ അത് തന്റെ ജീവിതചര്യയിൽ ദൈവവുമായി ഒരു ഈടാകുന്ന ബന്ധം വേണമെന്ന് ദൈവം വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ട് ആ പാപത്തിൽ നിബിഡമായി പോയ മനുഷ്യനിൽ നിന്നും ആ പാപത്തിന്റെ മോചനത്തിനായി അത് കർത്താവായ യേശു എന്ന കുഞ്ഞാടിനെ ഈ ലോകരക്ഷിതാവായി ദൈവം അയച്ചുവെങ്കിൽ ആ ദൈവത്തിന് മുന്നമേ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് ദൈവകൽപ്പന അനുസരിച്ചായിരിക്കണമെന്ന് ദൈവത്തിന് മാനദണ്ഡമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത് 10 കൽപ്പനയായ ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെയും ദൈവം മനുഷ്യർക്ക് നൽകിയത് അത് ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തെ ഭയപ്പെടുവാനും ദൈവം നൽകിയിരിക്കുന്ന ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 10 കൽപ്പനയുടെ നടുക്ക് ദൈവത്തിന്റെ മുദ്രയാകുന്ന ശബ്ദത്തിനെ കുറിച്ച് ദൈവം അവിടെ പ്രസ്താവിക്കുവാൻ തകുന്നിടയായത്. ദൈവം സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവാണ്. സകല അണ്ഡഘടകങ്ങളെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചുവെങ്കിൽ ദൈവവും മനുഷ്യനുമായ ഒരു ഈടാകുന്ന ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു, നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ നിന്റെ കാൽ അടക്കി വെച്ച് അത് ദൈവത്തിന്റെ വിശുദ്ധമായ ശബ്ദത്തിനെ അതൊരു സന്തോഷമെന്നും അതൊരു ബഹുമാനമെന്നും നീ എണ്ണി അതിൽ പ്രമോദിക്കുമെങ്കിൽ ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാകാക്കുകയും യാക്കോബ് നിന്റെ പിതാവാകുന്ന യാക്കോബിന്റെ അവകാശം കൊണ്ട് അത് ഞാൻ നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന 10 കൽപ്പനയുടെ ഭാഗമാണ് വിശുദ്ധ ശബ്ദത്തിനെ അത് ബഹുമാനിക്കുക, ആരാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ ദിവസത്തെ അന്നു മുതൽ പഴയ നിയമകാലം മുതൽ മനുഷ്യൻ ആരാധിച്ചു വരുന്നു. അത് ഇന്നത്തെ പുതിയ നിയമ ക്രിസ്ത്യാനികൾ പറയുന്നത് അത് യഹൂദനുള്ളതാണ്, അല്ലെങ്കിൽ അത് ഇസ്രായേലിന് കൊടുത്തതാണ്, അല്ലെങ്കിൽ അത് ദൈവം മറ്റൊരു ജാതിക്ക് വേണ്ടി കൊടുത്തതാണ്, നമുക്കത് ബാധകമല്ല എന്ന് ഇന്നത്തെ ക്രിസ്ത്യാനികൾ അടക്കം പറയുന്ന അതേ പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അവിടെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ ദൈവമെന്ന് പറയുന്ന സാത്താനാകുന്ന അധിപതി ഈ ലോകത്തെ തെറ്റിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും ദൈവ മനുഷ്യരെ എപ്രകാരം അകറ്റുവാൻ സാധിക്കുമെന്നുള്ള ആ ചിന്തയോടുകൂടെ മനുഷ്യനെ അത് ചിന്താകുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള അത് ദുരുപദേശങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ കടത്തി അങ്ങനെ മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങളെ മാറ്റി ഈ ലോകത്തിന് അനുരൂപമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം മനുഷ്യൻ അതിനാൽ ഉപദേശിക്കപ്പെടുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ ഈ ദേശത്തിന്മേൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഈ ലോകത്തിന്മേൽ അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ മേൽ ഞാനൊരു ന്യായവിധി നടത്തുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇവിടെ സാധാരണയായി ആളുകൾ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങളല്ലേ, പിന്നെ ഏത് ദിവസത്തിൽ ആരാധിച്ചാൽ എന്താ, ദൈവമല്ലേ ആരാധിക്കുന്നത്, ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട്. അതിന്റെ ഒന്നാമത്തെ കാരണം, ആദാമും ഹവ്വയും ഈ ലോകത്ത് ജീവിക്കപ്പെട്ടു. അവർ പാപം ചെയ്ത മുഖാന്തരം അവരെ കർത്താവിന്റെ തോട്ടമായ ഏദനിൽ നിന്നും അവരെ പുറത്താക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങാൻ കഴിയുന്നു. ആ പുറത്താക്കപ്പെട്ടവർ തങ്ങളുടെ ആദ്യത്തെ സന്തതി പരമ്പരകളിൽ 2 പേരാണ് ഹായീൻ, ഹാബേൽ എന്നുള്ള ആ വ്യക്തിത്വങ്ങൾ, 2 പുത്രന്മാർ. എല്ലാ ജാതി മതസ്ഥർക്കും അത് വളരെ സുപരിചിതമാണ്. അപ്പോൾ അതിൽ ഒരാൾ 2 പേര് ദൈവത്തിന് യാഗമായി സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കടന്നു വന്നു. അതിൽ ഹായീനും ഹാബേലും ദൈവത്തെ ആരാധിപ്പാൻ പോയി. ഹായീൻ ദൈവത്തിന് യാഗം കഴിച്ചു. എന്തായിരുന്നു യാഗവസ്തുക്കൾ? ഹാബേല് തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചപ്പോൾ തന്റെ ജ്യേഷ്ഠനായ ഹായീൻ താൻ സ്വന്തമായി കൃഷി ചെയ്ത് അധ്വാനിച്ച് ആ ഫലം കൊണ്ട്, കൃഷിഫലം കൊണ്ട്, കായ്കനികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കണം നോക്കും. ഉൽപ്പത്തി 4-ന്റെ 3-ാം വാക്യമാണ് ഞാൻ ഈ വായിക്കുന്ന വേദവാക്യം. അതുകൊണ്ട് ദൈവം അതിൽ പ്രസാദിച്ചില്ല. ദൈവത്തിന് പ്രസാദമുള്ളത് ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയിലായിരുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ അർഹപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശുക്രിസ്തുവിനെ അത് സൂചിപ്പിക്കുന്നു. രണ്ടാമതായി പറയുമ്പോൾ ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 1-2 വാക്യം, 9-ാം അധ്യായവും അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രകാരം കാണുന്നു. അത് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ട ലേവ്യ പുരോഹിതന്മാരുടെ ഒരു കൂട്ടമാണ് അഹരോന്റെ പുത്രന്മാരിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിച്ചത്. അഹരോന്റെ പുത്രന്മാർ ദൈവത്തെ ആരാധിപ്പാൻ പോയി. 2 പേരും ദൈവസന്നിധിയിൽ മരിച്ചു വീണു. എന്താണ് അതിന് കാരണം? കാരണം ദൈവഹിതമല്ലാത്ത
കാര്യം അവര് ദൈവാലയത്തിൽ ചെയ്തതുകൊണ്ട് അവർക്ക് ജീവൻ നഷ്ടമായി എന്ന് നമുക്ക് കാണുന്നത് സാധിക്കുന്നു. മൂന്നാമതായി ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, അത് ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരുവാൻ തക്കവണ്ണം 30,000 മിടുക്കന്മാരെയും കൊണ്ട് ബാലയഹൂദിലേക്ക് പോയി ഊസ എന്ന മിടുക്കന്റെ ദാരുണ മരണം കണ്ട് മടങ്ങിപ്പോരുവാൻ തക്കുന്ന ഇടയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ 3 കാര്യങ്ങളും നമ്മെ സൂചിപ്പിക്കുന്നത് ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം തങ്ങൾ ഒരുങ്ങിയതുകൊണ്ട് അവരിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന ആ പരമസത്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നാലാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നത്, മോശയെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ, പഴയ നിയമമാണ്, പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും മറ്റ് അതിസൗന്ദര്യനും അതിസുന്ദരനും അത്രേ. പക്ഷേ ആ മോശയ്ക്ക് അത് തന്റെ കനാൻ ദേശം കാണുവാൻ തക്കോണം അത് സാധ്യമായില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. എന്താണ് അതിന് കാരണം? അനുസരണക്കേട് എന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൈവം മോശയോട് കൽപ്പിച്ചത് തന്റെ ജനത്തിന് കുടിപ്പാൻ തക്കവണ്ണം ജലം പാറയിൽ നിന്നും ഒഴുകേണ്ടതിന് നീ പാറയോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ മോശ തന്റെ വടി കൊണ്ട് ആ പാറയെ അടിപ്പാൻ തക്കണം ഇടയായി. അതുകൊണ്ട് അനുസരണക്കേട് അവിടെ ഭവിച്ചു എന്ന് കാണുവാൻ തക്കണം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയുന്നു. അതുകൊണ്ട് അവിടെ മോശയ്ക്ക് തന്റെ ജനത്തോടൊപ്പം ദൈവം ഒരുക്കിയ വാഗ്ദത്ത കനാൻ ദേശം കാണുവാൻ തക്കവണ്ണം പാലും തേനും ഒഴുകുന്ന ആ ദേശം കാണുവാൻ തക്കവണ്ണം കഴിയാതെ പോയി എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും ദിവസത്തിലല്ല നാം ആരാധിക്കേണ്ടത്, പിന്നെ ദൈവം നമുക്ക് ആരാധിപ്പാൻ തന്ന വിശുദ്ധ ദിവസത്തിൽ തന്നെ ആകണം ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലോകവ്യാപകമായി സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാര് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, പുനരാഗമന കാംക്ഷികളെന്ന് അറിയപ്പെടുന്ന, അത് ദൈവത്തിന്റെ അദ്യദൂത് പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാരെന്ന ആ പ്രസ്ഥാനത്തിൽ കൂടെ ഇന്ന് ലോകമെമ്പാടും ഈ മഹാസത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്നവരും അനുസരിക്കുന്നവരും അത് ആചരിക്കുന്നവർക്കുമാണ് നിത്യതയിലേക്ക് പ്രവേശനമുള്ളതെന്ന് ദൈവത്തിന്റെ വചനം പ്രത്യേകം നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് ആരാധിപ്പാൻ തന്ന വിശുദ്ധ ദിവസത്തിൽ തന്നെ നാം ദൈവത്തെ ആരാധിക്കണം. ഉദാഹരണമായി നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ താൻ ആയിരുന്നപ്പോൾ തന്റെ 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ താൻ ജീവിച്ച് താൻ പങ്കപ്പാടുകൾ ഏറ്റ് ക്രൂശമരണം ഏറ്റ് താൻ മരിച്ചു ഉയർത്തു എന്നേക്കുമായി ജീവിക്കുന്ന സാക്ഷിയായി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ആ കർത്താവായ യേശു ലോകത്തായിരുന്നപ്പോൾ താൻ പതിവ് പോലെ തന്റെ തിരുവചനം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ തന്റെ പിതാവായ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് താൻ പതിവ് പോലെ വിശുദ്ധ ശബത്തിൽ പള്ളിയിൽ പോയി എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ ഗുണം സാധിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു കാണിച്ചു തന്ന മാതൃക അതെന്നും തന്റെ ജനത്തിന് അത് ബാധകമാണ് എന്ന് പറഞ്ഞാൽ ഏദൻ തുടങ്ങി മലാഖിയുടെ പുസ്തകം വരെ പഴയ നിയമകാലം നിലനിൽക്കുന്ന സമയത്തും വിശുദ്ധ ശബത്തിനെ തന്റെ മനുഷ്യർ മാനിച്ചിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവും കാണിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത് വിശുദ്ധ ശബത്തിന്റെ ആരാധനയാണ്. അതുകൊണ്ടാണ് അവൻ വളർന്ന നസറത്തിൽ പതിവ് പോലെ ആരാധനയ്ക്കായി പള്ളിയിൽ പോയി അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവനത് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു എന്ന വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ വിശുദ്ധ ശബദ് എന്ന് നമുക്ക് കാണുവാൻ ഗുണം സാധിക്കുന്നു. ലേവ്യ പുസ്തകം 26-ന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് അങ്ങനെ കാണുവാൻ ഗുണം കഴിയുന്നു. നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും. നാം തിരുവചനത്തിലെ 66 പുസ്തകങ്ങൾ പഠിച്ചാലും ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന വിശുദ്ധ ശബദ് എന്ന ദിവസമല്ലാതെ മറ്റൊരു ദിവസം നമുക്ക് ആരാധനയ്ക്കായി ദൈവം നൽകിയതായി തിരുവചനത്തിൽ ഓരോരുത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയിരിക്കെ എന്തുകൊണ്ടാണ് ഇന്ന് പല ദിവസങ്ങളിലായി ഒരാൾ തിങ്കളാഴ്ച ആരാധിക്കുന്നു, ഒരു കൂട്ടർ ഞായറാഴ്ച ആരാധിക്കുന്നു, ഒരു കൂട്ടർ ബുധനാഴ്ച ആരാധിക്കുന്നു, ഒരു കൂട്ടർ വെള്ളിയാഴ്ച ആരാധിക്കുന്നു, ഒരു കൂട്ടർ ശനിയാഴ്ച ആരാധിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലായി ഓരോ ദിവസവും ആരാധനയ്ക്കായി മനുഷ്യർ തിരഞ്ഞെടുത്തുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ബോധിച്ചവരെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പറയുന്നു ദൈവം ഏകനാണ്, ദൈവം ഒരു ദൈവമേ ഉള്ളൂ എന്ന് ദൈവം വിളിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ ഒപ്പിക്കുമ്പോൾ ഇന്ന് ലോകത്തെമ്പാടും നാം നോക്കുമ്പോൾ അനേകം ദൈവങ്ങൾ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
എന്നാൽ ഞാൻ ആദ്യമായി തിരുവചനത്തിലൂടെ വായിച്ചതുപോലെ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ. അത് ഈ ലോകത്തിന്റെ പ്രഭുവാകുന്ന സാത്താൻ എന്ന ദൈവം മാത്രം. ആ സാത്താന്റെ അനുയായികളായി അനേകം ദൈവങ്ങൾ ഉരുത്തിരിഞ്ഞുവെങ്കിൽ അത് എപ്രകാരം ഉണ്ടായി എന്നുള്ളത് നാം ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. അപ്പൊ ദൈവം പറയുന്നു, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവം സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. ആ ദൈവം ആരാധനയ്ക്ക് യോഗ്യനും സർവത്തിനും ബഹുമാനവും സർവ യോഗ്യനുമാണ് എന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടതും എന്ന ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിന്റെ അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആർക്കെങ്കിലും വായിക്കാമോ? യെഹെസ്കേൽ 20:20. ഞാൻ എൻ്റെ ശബ്ദങ്ങളെ അവർക്ക് കൊടുത്തു. വായിക്കാം. എന്റെ ശബ്ദങ്ങളെ വിശദീകരിപ്പിൻ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും എനിക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു അടയാളമായിട്ടും അത് ദൈവത്തിന്റെ ജ്ഞാപകമായിട്ടും അത് ദൈവം മനുഷ്യരുടെ ഇടയിൽ സ്ഥാപിച്ചതാണ് ഈ വിശുദ്ധ ശബത്ത് എന്ന സ്വസ്ഥതയ്ക്കുള്ള ദിവസം. അപ്പോൾ ആ ദിവസത്തിൽ ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമാകുന്ന ശനിയാഴ്ച എന്ന ആരാധനയല്ലാതെ മറ്റൊരു ആരാധന വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇന്ന് മനുഷ്യരൊക്കെയും തങ്ങൾക്ക് ബോധിച്ചതുപോലെ ആരാധിക്കുന്നുവെങ്കിൽ ഈ പ്രമാണം അനുസരിച്ചുള്ള ആരാധനയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഗുണം കഴിയും. സങ്കീർത്തനം 95 അതിന്റെ 6-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. എന്തുകൊണ്ടാണ് അപ്രകാരം തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതാനുള്ള കാരണം? അവിടെ പറഞ്ഞിരിക്കുന്നു, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ നിർമ്മിച്ച ദൈവത്തിന്റെ മുമ്പിൽ നാം മുട്ടുകുത്തേണ്ടത്? ദൈവം നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായതുകൊണ്ടും സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവും ഈ ലോകത്തിന്റെ അധിപതിയുമായിരിക്കുന്ന സർവജ്ഞാനിയായ ദൈവത്തെ നാം ആരാധിക്കേണ്ടത് അവന്റെ സൃഷ്ടിയാൽ ഏറ്റവും പ്രഗത്ഭമായ അവന്റെ കൈകൾ കൊണ്ട് നമ്മെ നിർമ്മിച്ചുണ്ടാക്കി അവന്റെ ജീവശ്വാസ്യം നമ്മളിൽ ഊതിയതുകൊണ്ട് നാം ജീവനുള്ള ദേഹിയായി മാറി. അതുകൊണ്ട് ദൈവത്തെ നാം ആരാധിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യവുമാണ്. അതുകൊണ്ട് പുറപ്പാട് ദിവസം 20:11 പറയുന്നു, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. അപ്പോൾ 6 ദിവസം കൊണ്ടാണ് യഹോവയായ ദൈവം ഇത് സകലതും സൃഷ്ടിച്ചതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഒരു ദിവസത്തെ ദൈവം തന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായതുകൊണ്ട് ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. ഈ 6 ദിവസവും തന്റെ സൃഷ്ടിയെല്ലാം ഓരോ ദിവസവും അത് നല്ലതെന്ന് കണ്ടിട്ട് ദൈവം അതിനെ അനുഗ്രഹിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഈ 6 ദിവസത്തെയും ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ 7-ാം ദിവസം തനിക്ക് സ്വസ്ഥതയ്ക്ക് വേണ്ടി താൻ മാറ്റിവെച്ച ഒരു ദിവസം അന്ന് അനുഗ്രഹിക്കുക മാത്രമല്ല ആ ദിവസത്തെ വിശദീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വിശദീകരിച്ചത്? മറ്റ് 6 ദിവസങ്ങളെ വിശദീകരിച്ചില്ലല്ലോ, അനുഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശദീകരിച്ചു. ആ വിശുദ്ധ ദിവസത്തിൽ അത് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം തന്റെ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യനും വിശുദ്ധരായിരിക്കണം. അവർ വിശുദ്ധ ദിവസത്തെ ബഹുമാനിക്കണം, വിശുദ്ധ ദിവസത്തെ ആരാധിക്കണം, വിശുദ്ധനായ ദൈവത്തെ ഭയപ്പെടണം. അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയെ ഭജിക്കുവാനല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, മറിച്ച് ദൈവത്തെ ആരാധിക്കാനാണ്. ആ ദൈവത്തെ ആരാധിക്കാനായി ദൈവം ആ ദിവസം. എന്നാൽ ഈ സുവിശേഷം, ഈ മഹാസത്യം ഇത് ഒരു കൂട്ടരോട് മാത്രമല്ല അറിയിക്കേണ്ടത്, ലോകത്തൊക്കെയും ഭൂലോകത്തൊക്കെയും. ഞാൻ ഇവിടെ നേരത്തെ വായിച്ചതുപോലെ ഇവിടെ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷം ആരോടെല്ലാമാണ് അറിയിക്കേണ്ടത്, ഇതാരെല്ലാമാണ് കേൾക്കേണ്ടത്, ആരെല്ലാമാണ് അനുസരിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി നമുക്ക് അത് കാണിച്ചു തന്നിരിക്കുന്നു. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-7 വാക്യം അവിടെ പ്രകാരം വായിക്കുന്നു. വെളിപ്പാട് 14-ന്റെ 6-7 വാക്യം വായിക്കും. ആകാശത്തെ പറക്കുന്നത് ഞാൻ കണ്ട്, വാസികളായ
സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടാൻ മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. മതി. ഇവിടെ വായിച്ചത് പ്രകാരമാണ്. വേറൊരു ദൂതൻ ആകാശമധ്യെ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് ആ നിത്യ സുവിശേഷം? ഇവിടെ വായിക്കുന്നത് ഒരു ജനതയ്ക്ക് മാത്രമല്ല, ഒരു വംശത്തിന് മാത്രമല്ല, ഒരു ഗോത്രത്തിൽ ജനിച്ച ഗോത്രത്തിലുമുള്ളവർ അറിയുവാനും അവനെ ആരാധിച്ചുകൊണ്ട് അവനൊരുക്കുന്ന നിത്യരാജ്യത്തിലേക്ക് അവകാശികളായി തീരുവാനും ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഈ സന്ധ്യായാമത്തിൽ ഈ വാഴ്ച ദേശത്ത് ഇന്ന് പ്രകാരം ഈ ജംഗ്ഷനിൽ കൂടി വന്ന് നാം ഈ വചനങ്ങളെ നിങ്ങളോട് അറിയിക്കുന്നത്. ഇത് കേൾക്കുന്നവർക്ക് അത് ഹൃദയത്തിൽ അവർ ആഴത്തിൽ അത് ചിന്തിച്ചാൽ, അവരത് ഉൾക്കൊണ്ടാൽ മാനസാന്തരത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദാനം അവർക്ക് ലഭിക്കുകയും അവർ മാനസാന്തരത്തിന്റെ നല്ല അനുഭവം പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഈ വചനത്തിൽ കൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. അവിടെ വീണ്ടും പറയുന്നത്, അവിടെ 7-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരോലകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ സ്തോത്രം. അപ്പോൾ ഈ ജാതി ഭാഷ ഗോത്രമായവരോട് അറിയിച്ചത് ഇപ്രകാരമാണ്: ഒരു ദൈവമുണ്ട്, ആ ദൈവം സകല ജരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവാനും അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് അത് അവനിൽ വിശ്വസിക്കുകയും അവനെ ആരാധിക്കുകയും അവനെ ഭയപ്പെടുകയും അവനിൽ ആശ്രയിക്കുകയും വേണമെന്നുള്ള ഒരു ദൂതാണ് ഇന്ന് ഈ സന്ധ്യായാമത്തിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആകാശവും ഭൂമിയും സമുദ്രവും നീരോപകളും അവൻ ഉണ്ടാക്കിയത് കൊണ്ട് അവനെ നമസ്കരിപ്പിൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഈ വചനത്തെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, ദൈവം എന്നേക്കും അനന്യനാണ്, എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിന് ഒരു നാളും മാറ്റമില്ല, ഒരു നാളും ഈ വചനം അഴിഞ്ഞു പോകുന്നതുമല്ല. അതുകൊണ്ട് ഈ മഹാസത്യം ഇന്ന് ഈ സന്ധ്യായാമത്തിൽ ഈ ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ ഈ സത്യത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഒരുക്കിയാൽ ദൈവം നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്ക് ഇതിനെ വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും എന്നുള്ളതിന് സംശയമില്ല. ഈ രക്ഷയുടെ ആഹ്വാനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:15-18 വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-18 വാക്യം ഒന്ന് വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ വാക്തത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ ഗുണം കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏതെല്ലാം തരത്തിലുള്ള എന്തെല്ലാം ഈ ഭൂലോകത്ത് നിലനിൽക്കുന്നു, ഇതൊക്കെയും ഇതാ ഈ സർവവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വെളിപ്പാട് 4:11 കൂടെ വായിക്കാം. വായിച്ച നമുക്ക് ഈ പുസ്തകം പെട്ടെന്ന് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 4:11. 4:11 കർത്താവേ, നീ സർവം സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. ഇവിടെ ഞാൻ അവസാനമായി ഒരു വാക്യം കൂടെ വായിച്ച് ഞാനിതൊന്നും വിരമിക്കുമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോൾ വായിച്ചു കേട്ട വാക്യം ഇപ്രകാരമാണ്: നമ്മുടെ ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം അത് വിശുദ്ധ യോഹന്നാനിൽ കൂടെ വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ നമുക്കത് നൽകിയിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു: കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. ഈ വാക്യത്തിന്റെ അടിസ്ഥാനം നാം പരിശോധിക്കുമ്പോൾ
നാം ഇവിടെ ഇതുവരെയും പ്രസംഗിച്ച നമ്മുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ സ്വർഗീയ രാജ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ തന്റെ ആധിപത്യത്തെക്കുറിച്ച് ഇവിടെ മനസ്സിലാക്കുവാൻ തോന്നാൻ കഴിയുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും അതേ നാഥനായ കർത്താവ് അവൻ സർവവും സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിച്ചവനും എല്ലാം അവന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ അവൻ മാത്രമാണ്. മറ്റൊരു ദൈവം ഈ ലോകത്ത് ഇതുപോലെ ഈ മഹത്വവും ജ്ഞാനവും അത് സർവവും കൈക്കൊള്ളുവാൻ യോഗ്യന്മാരായിട്ട് മറ്റാരുമില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സന്ധ്യായാമത്തില് അത് സർവത്തെയും സൃഷ്ടിച്ച ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനമായി അത് നമ്മൾ ആദ്യോടന്ത്യം തിരുവചനം പരിശോധിച്ചാൽ വിശുദ്ധ ആരാധനയ്ക്കായി ദൈവം ഒരുക്കിയിട്ടുള്ള വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച അല്ലാതെ മറ്റൊരു ദിവസം ദൈവം ആരാധനയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. എന്നാൽ ഇന്ന് ആ ദിവസത്തെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും ദൈവത്തിന്റെ നീതിയെല്ലാം മാറ്റിക്കളഞ്ഞ് മനുഷ്യന് ബോധിച്ചതുപോലെ മനുഷ്യന് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി ആ മനുഷ്യന്റെ ഇഷ്ടത്തിനും തന്റെ ഇംഗിതത്തിനും അനുസരിച്ച് ഇന്ന് ആരാധനകളും ജീവിതചര്യകളും കഴിച്ചുകൂട്ടുന്ന ജനത്തോട് പറയുന്നു, ഇതാ ഒരു ന്യായവിധി ഉണ്ട്. ആ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? പ്രിയമുള്ളവരെ, സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതാ ന്യായവിധിക്കായി ദൈവം ഈ ലോകത്തെ ഒരുക്കിയിരിക്കുന്നു. ഈ തിരുവെഴുത്ത് ഇന്ന് ഈ ദേശം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മനം തിരിഞ്ഞാൽ ഇതാ ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള ആഹ്വാനമാണ് ഞങ്ങളുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ആരംഭത്തിൽ വായിച്ചത്, അത് രാജ്യത്തിന്റെ ഈ സുവിശേഷം അത് സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തൊക്കെയും ഘോഷിക്കപ്പെടും, അപ്പോൾ പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യത്തിന്റെ സുവിശേഷം ഈ ലോകത്ത് എമ്പാടും അതാത് സ്ഥലങ്ങളിൽ അതാത് കോണുകളിൽ അതാത് ജംഗ്ഷനുകളിൽ നാം പരസ്യമായി ഇത് വിളിച്ചു പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ലജ്ജയില്ലാതെ ദൈവത്തിന്റെ വചനം പത്യോപദേശമായി ജനത്തോട് അറിയിപ്പാൻ ജനം അത് കരുതിക്കൊണ്ട് അത് ദൈവത്തിന് വേണ്ടി അത് നിങ്ങളെ തന്നെ ഒരുക്കിയാൽ തീർച്ചയായും ഒരു നല്ലൊരു രക്ഷയിലേക്ക് ദൈവം നിങ്ങളെ നടത്തും. ആ രക്ഷ എന്ന് പറയുന്നതോ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ മറ്റൊരു രക്ഷകൻ നമുക്കില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് നമുക്ക് തിരുവനന്തപുരത്തിൽ കൂടെ മനസ്സിലാക്കാൻ തുടങ്ങാൻ കഴിയുന്നു. ആയതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കുക, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള ആ തീരുമാനത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവത്തിന് വേണ്ടി നാം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്താൽ ഇന്ന് കർത്താവ് പറയുന്നു, അതെ ഞാനിത് വാതിൽക്കൽ നിന്നും മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും അതെ വാതിൽ തുറന്നാൽ ഇന്ന് ഈ സമയത്ത് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ തിരുവെഴുത്ത് കേട്ട് മനസ്സിലാക്കി ഈ തിരുവെഴുത്തിന് ആസ്പദമായ അത് ആ സത്യത്തെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ താഴ്ത്തിയാൽ ആ ദൈവത്തെ സ്വീകരിപ്പാൻ തക്കോണം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്താൽ ഈ മഹാസത്യത്തിന്റെ പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കോണം സാധിക്കും. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അവൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങൾ സത്യത്തിലും ആത്മാവിലേക്കും നിങ്ങൾ മടങ്ങി വരുവാൻ തക്കോണം ഇവിടെയാകും. ഇതാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ള ഈ നിത്യ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ജംഗ്ഷനുകളിലും ഓരോ ജനത്തോടും ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഈ വിളിച്ചു പറയുന്നത് ഇത് ഒരു കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു. അത് ഏതാണ്ട് ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാൻ തോന്നാൻ സാധിക്കുന്നു. ലോകത്ത് മനുഷ്യർ പെരുകിയ നാൾ മുതൽ അതേ ദൈവം നോഹ എന്ന ഒരു അതേ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ പോകുന്നു, അതുകൊണ്ട് ഈ സുവിശേഷം ലോകത്തേക്കും അറിയിക്കണമെന്ന് നോഹ എന്ന പുരുഷനോട് പറഞ്ഞു. നോഹ 120 വർഷം പ്രസംഗിച്ചു. അതെ, ആരും മാനസാന്തരപ്പെട്ടില്ല. എല്ലാവരും ഈ സുവിശേഷം കേട്ടു. എന്നാൽ ജലപ്രളയം വന്ന എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു എന്ന് കാണുവാൻ തോന്നാൻ സാധിക്കുന്നു. ശേഷം ഇതാ കർത്താവായ യേശുക്രിസ്തു ഇതാ വീണ്ടും വരുവാൻ പോകുന്നു. അവൻ ഈ ലോകത്തെ അഗ്നിയാൽ ന്യായം വിധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം ഈ സ്വഭാവത്തെ തള്ളിക്കളയാതെ അത് ഹൃദയത്തിലേറ്റുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഈ ദേശത്ത് അതെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവമായ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവന്റെ വരവ് നാളിൽ നിങ്ങൾക്കും ആ നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ കഴിയുമെന്ന ആ പ്രത്യാശ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഈ അവസരം ഞങ്ങൾക്ക് നൽകി ഈ ജംഗ്ഷനിൽ ഇപ്രകാരം ഞങ്ങൾക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൂതമായി കടന്നു വരുവാൻ
ദൈവം ഞങ്ങളെ സഹായിച്ചു. ഈ ദേശം ഞങ്ങളെ ഉൾക്കൊള്ളുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞ് മടങ്ങുന്നു. വീണ്ടും ഞങ്ങൾക്ക് നിങ്ങളെ കാണുവാൻ തക്കോണം ഇടവരട്ടെ. വീണ്ടും ഈ നിത്യസുവിശേഷം ഈ ദേശത്ത് അറിയിപ്പാൻ തക്കോണം ദൈവം മുഖാന്തരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.